2013 കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തിൽ നടന്നിരുന്ന ഒരു ചർച്ചയായിരുന്നു തിരുവനന്തപുരം എയർപോർട്ടില് യുഎസ് എയർഫോഴ്സിന് ഒരു ബേസ്, അതായത് ഒരു റൊട്ടേറ്റിംഗ് ബേസിന്റെ ആവശ്യകതയെക്കുറിച്ച്. അന്നത്തെ യുഎസ് എയർഫോഴ്സിന്റെ ജനറലായിരുന്ന ഹെർബർട്ട് കാർലൈലും ഇന്ത്യൻ എയർഫോഴ്സ് ജനറലായിരുന്ന എൻ.എ.കെ. ബ്രൗൺ, ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും ഹെർബർട്ട് കാർലൈൽ ഇതുമായിട്ട് ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് തായ്ലൻഡിൽ ഒരു ക്വാർട്ട് ബേസ്, പിന്നെ സിംഗപ്പൂര് ചങ്കി എയർപോർട്ടിൻ ഈസ്റ്റേൺ ചങ്കിയിൽ ഒരു എയർഫോഴ്സ് ബേസ്, റൊട്ടേറ്റിംഗ് ബേസ്, അതുപോലെ തന്നെ ഇന്ന് സിംഗപ്പൂർ വേറൊരു ബേസ് ഉള്ളത് പായ ലിബർ എയർഫോഴ്സ് ബേസിൽ യു.എസ്. ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. ഞാൻ അവിടെ പലപ്പോഴും യു.എസ്. എയർഫോഴ്സ് ഫ്ലൈറ്റ്സിൽ ട്രാവൽ ചെയ്തിട്ടുള്ളതാണ് പായ ലിബറിലേക്ക്. അത് ചങ്കിയിൽ നിന്നും പുറത്തുള്ളൊരു ബേസാണ്. അതുപോലെ മലേഷ്യയിലൊക്കെ ഒരു റൊട്ടേറ്റിംഗ് ബേസ് യു.എസ്. എയർഫോഴ്സിന് അത്യാവശ്യമായിരുന്നു. അങ്ങനെ തിരുവനന്തപുരം എയർഫോഴ്സും അവർക്ക് ആവശ്യമുണ്ട്, കാരണം ചൈനയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതുമായിട്ട് നമ്മൾ കാണേണ്ടത്, ഇതിന് താഴെയായിട്ടാണ് ഡിയാഗോ ഗാർസിയ, നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് ദൂരെയാണ് ഡിയാഗോ ഗാർസിയ എന്ന ഒരു ബ്രിട്ടീഷ് കാലഘട്ടം മുതലുള്ള ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിൽ നിന്ന് യു.എസ്. എയർഫോഴ്സാണ്, യു.എസ്. മിലിറ്ററി ആണ് അത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് എ.കെ. ആന്റണി ആയിരുന്നു 2013 കാലഘട്ടത്തിൽ പ്രതിരോധ മന്ത്രി, മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലഘട്ടം. കാരണം ചൈനയെ പ്രതിരോധിക്കുന്ന യു.എസ്. മിലിറ്ററിക്ക് വേണ്ടത് റൊട്ടേറ്റിംഗ് ബേസുകളാണ്. കാരണം ചൈനയോട് പ്രതിരോധത്തെ തടയുന്നതിന് വേണ്ടിയിട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് അറിയാം, ചൈന ശ്രീലങ്കയിൽ ഒരു ബേസ് ഉണ്ടാക്കാൻ നോക്കുന്നു, മാൽഡീവ്സ്, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്ക് അടുത്ത് തെക്ക് പ്രദേശത്തായിട്ടുള്ള ദ്വീപുകളിൽ ബേസുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നതായിട്ട്. ഇന്ന് ഈ ചർച്ചകൾ വീണ്ടും ഗൗരവമേറി വരികയാണ്. കാരണം ഇന്ത്യയുടെ എയർഫോഴ്സിന് പല സാഹചര്യങ്ങളിലും ഇങ്ങനെയുള്ള പ്രതിരോധത്തിൽ, കാരണം ഇന്ത്യ ഇന്നും ഡിപ്പെൻഡ് ചെയ്യുന്നത് പല സുക്കോയി, അങ്ങനെ മിഗ് പോലെയുള്ള ഫ്ലൈറ്റുകൾ, ഇപ്പോൾ റാഫേൽ ഫ്രാൻസിൽ നിന്ന് വന്നിട്ടുണ്ട്, എയർഫോഴ്സിന് കോട്ടം സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുക. പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ J-20 അല്ലെങ്കിൽ J-31 പോലെയുള്ള ചൈനീസ് നിർമ്മിത 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകളിൽ ഓൾറെഡി ട്രെയിനിങ് ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഇന്ത്യക്ക് അത് ഒരു ബ്ലോക്കേഡ് പോലെ നിൽക്കുകയാണ്. ആ ബ്ലോക്കേഡ് തേജസ് പോലെയുള്ള ഇതുകളൊക്കെ ഡിപ്പെൻഡബിൾ അല്ല. നമുക്ക് വേണ്ടത് 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകളാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു നിലയിലേക്ക് ചിന്തിക്കുമ്പോൾ സുക്കോയ് 57, എന്നാൽ ഇന്ത്യയിലുള്ളത് പഴയ Su-30 കാലഘട്ടത്തിലുള്ള സീരീസാണ് ഇന്ത്യയിലുള്ളത്. അതല്ലെങ്കിൽ F-22 റാപ്റ്റർ അമേരിക്കൻ നിർമ്മിതമാണ്, അതല്ലെങ്കിൽ F-35 ലൈറ്റ്നിങ്. കാരണം ചൈനയായിട്ട് ഒരു യുദ്ധം ഉണ്ടാകുമെന്നല്ല, എന്നാലും നമ്മുടെ എതിരാളികൾക്ക് വേണ്ടി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായ എയർഫോഴ്സിന്റെ ആവശ്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലഘട്ടത്തിൽ നമുക്കറിയാം, ട്രംപിന്റെ കഴിഞ്ഞ ആഴ്ചകളിലുള്ള പ്രസ്താവനകളിൽ അദ്ദേഹം ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്ങിനെ അദ്ദേഹത്തിന്റെ ജനുവരി 20 നടക്കുന്ന ഇനോഗ്രേഷന് വേണ്ടി ക്ഷണിക്കുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. ക്ഷണിച്ച് അദ്ദേഹത്തെ വരുത്തുക. ഒരു പക്ഷെ അദ്ദേഹം വരുവാനായിട്ടുള്ള സാഹചര്യം വളരെ കുറവാണ്. എന്നാൽ ഇന്ത്യയിൽ നിന്നും വിദേശകാര്യമന്ത്രി ജയശങ്കർ വാഷിംഗ്ടണിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ മിസ്രി, ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിൽപ്പെട്ട മിസ്രി, അസിസ്റ്റന്റ് സെക്രട്ടറി മറ്റോ പദവി വഹിക്കുന്ന മിസ്രി എന്ന വ്യക്തിയും ഇവിടെയുള്ള ജെയ്ക്ക് സുള്ളിവൻ പോലെയുള്ള NSA, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറൊക്കെ ആയിട്ട് ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. കാരണം ഇന്ത്യക്ക് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിൽ വരുമ്പോൾ വളരെ അധികം ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ ട്രംപിന്റെ നയങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നതിനും വേണ്ടി, ഒപ്പം തന്നെ ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ ജയശങ്കർ അമേരിക്കയിൽ വന്നിട്ടുള്ളത് മോഡിയെ തന്നെ ഇനോഗുറേഷന് ട്രംപ് ക്ഷണിക്കുന്ന സാഹചര്യം. കാരണം ഒരു പക്ഷേ ട്രംപ് ഭരണകൂടം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ ടാക്സ് നയങ്ങൾ, ഇപ്പോൾ ഒരു ഹാർലി ഡേവിഡ്സൺ പോലെയുള്ള ബൈക്കിന് 100% മുമ്പൊരിക്കൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ട്രംപ് ഒരു ഡയറക്റ്റ് കോളിൽ മോഡിയോട് അഭ്യർത്ഥിച്ചു അത്രേ ഈ ഹാർലി ഡേവിഡ്സൺ പോലെയുള്ള ബൈക്കുകൾക്കും അങ്ങനെയുള്ള ഇവരുടെ വാഹന വിപണിക്കും ഒക്കെ ടാക്സുകൾ കുറയ്ക്കുന്നതിനും അങ്ങനെ മോഡി 50% കുറയ്ക്കാമെന്നും അങ്ങനെയൊക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷെ ട്രംപ് മുഖ്യമായിട്ടും നോക്കുന്നത്
അമേരിക്കൻ വിപണി ഇന്ത്യയിൽ ഓപ്പൺ ആക്കി കിട്ടുന്നതിനാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമോ? ഇന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കർ ചർച്ച ചെയ്യുന്നത് പഴയ ജോ ബൈഡൻ മന്ത്രി മന്ത്രിസഭ അതല്ലെങ്കിൽ അധികാര കേന്ദ്രമായിട്ടാണെങ്കിലും ജനുവരി 20 ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നയങ്ങളും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജനുവരി 20 നടക്കുന്ന ഇനോഗ്രേഷനിൽ എത്തിക്കാൻ പറ്റുമോ? ഇതുമായിട്ടുള്ള ചർച്ചകളിൽ നമുക്ക് വാഷിങ്ടണിൽ നിന്ന് എനിക്ക് ഒരു വിവരം ലഭിച്ചത്, ഇങ്ങനെയുള്ള അമേരിക്കൻ മിലിറ്ററിയുടെ പ്രസൻസ് ഇന്ത്യൻ ബേസുകളിൽ, കാരണം ചൈനയെ പ്രതിരോധിക്കുക, നമുക്കറിയാം ക്വാഡ് ഉണ്ട്, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക, 4 രാജ്യങ്ങളുള്ള ക്വാഡ്. അതിനു മുമ്പ് ആന്റണിയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മലബാർ എക്സർസൈസസ് എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത്. ഇന്ന് ക്വാഡ് അതൊരു പ്രൊഫഷണൽ ഫോഴ്സായി. കാരണം ചൈനയെ പ്രതിരോധിക്കാൻ വളരെ അത്രയും ശക്തമാണ് ചൈന നമുക്ക് മുന്നോട്ട് വയ്ക്കുന്ന പ്രതിരോധ ശക്തി ഇല്ല എങ്കിൽ ചൈനയ്ക്ക് മുമ്പിൽ തളർന്നു പോകും. അതുകൊണ്ട് ആണ് ഈ ശക്തികൾ ഒരുമിച്ച് വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ കാണേണ്ടത്, ഇപ്പോൾ ബംഗ്ലാദേശ് വളരെ ഗൗരവമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് പൊന്തി വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മിലിറ്ററി ബേസുകൾ ഇന്ത്യയിൽ തുറക്കുമോ എന്നുള്ളതാണ് നമ്മ നോക്കിക്കാണുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ പോലും പിന്നാമ്പുറങ്ങളിൽ മിലിറ്ററി നിലയിൽ നടക്കുന്നുണ്ട്. അന്ന് ഹെർബർട്ട് കാർലൈൽ എന്ന US എയർഫോഴ്സ് ജനറൽ ഇങ്ങനൊരു ഇങ്ങനൊരു ചർച്ച നടന്നതിനെ പറ്റിയും അതിന് ഇന്ത്യൻ സർക്കാർ ആന്റണിയുടെ കീഴിലുള്ള പ്രതിരോധ വകുപ്പ് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്തു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതൊരു റൊട്ടേറ്റിംഗ് ബേസ് ആണ് ചൈനയ്ക്കെതിരെ പ്രതിരോധിക്കുന്നതിന്. അപ്പൊ ഡിയാഗോ ഗാർസിയ, കാരണം പസഫിക് സമുദ്രത്തിൽ നിന്നും വരുന്ന അറ്റാക്കിന് സൗത്ത് കൊറിയ, ജപ്പാൻ, മാർഷൽ ഐലൻഡ്സ്, പിന്നെ ഗുവാം, ഹവായി, അങ്ങനെയുള്ള ഒരു പ്രതിരോധം അമേരിക്കയിലേക്ക് വരുന്ന അറ്റാക്കിനെ പ്രതിരോധിക്കാൻ ആയിട്ടുണ്ട്. എന്നാൽ ഇങ്ങോട്ട് ഒരു പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള അറ്റാക്ക് അത് വരുമ്പോൾ ഡിയാഗോ ഗാർസിയ അവിടെ പതറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് ഒരു സിംഗപ്പൂര് അങ്ങനെയുള്ള പോലെയുള്ള സ്ഥലങ്ങളിൽ പ്രസൻസ് ഇല്ല എങ്കിൽ ചൈനയെ പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് അന്നാളില് തിരുവനന്തപുരം എയർഫോഴ്സ് ബേസിനെ US എയർഫോഴ്സ് വലിയൊരു സാധ്യതാ പട്ടികയിൽ ഏർപ്പെടുത്തുകയും ഇന്ത്യയുമായിട്ട് അങ്ങനെ ഒരു ചർച്ച നടത്തിയത്. ഇനി ഈ ചർച്ചകൾ എങ്ങനെ മുന്നോട്ട് പോകും, ട്രംപ് ഭരണകൂടം വരുമ്പോൾ അത് പ്രാവർത്തികമാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണുന്നത്. ഇപ്പൊ ജയശങ്കറുമായിട്ടുള്ള ചർച്ചകൾ, അതുമായിട്ട് ഇപ്പൊ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്, ഒപ്പം തന്നെ വ്യാപാര കരാറുകൾ, ടാക്സുകൾ, താരിഫുകൾ, അമേരിക്കയ്ക്ക് ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കുമോ, എന്തൊക്കെയായിരിക്കും വ്യാപാരം, ഡിഫൻസ്, സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.